Dear students, Unit 11, the P block elements ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അലോട്രോപ്സ് ഓഫ് കാർബൺ. ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പി ബ്ലോക്ക് എലമെൻസിലുള്ള സെക്കൻഡ് ഗ്രൂപ്പായ അതായത് ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് കാർബൺ ഫാമിലി. അപ്പോൾ കാർബൺ ഫാമിലിയുടെ പ്രത്യേകം പ്രോപ്പർട്ടീസ് ആയിരുന്നു നമ്മൾ കണ്ടത്. അറ്റോമിക് പ്രോപ്പർട്ടീസ് ഫസ്റ്റ് പറഞ്ഞു, അതിനുശേഷം ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയുമാണ് കണ്ടത്. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടിയെ പഠിച്ച കൂട്ടത്തിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് കാറ്റിനേഷൻ എന്താണെന്നുള്ളതാണ്. കാറ്റിനേഷൻ എന്ന് പറഞ്ഞത് സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഓഫ് കാർബൺ ഇറ്റ്സ് നോൺ ആസ് കാറ്റിനേഷൻ. അപ്പോൾ കാർബൺ ആറ്റംസ് തമ്മിൽ ലിങ്ക് ചെയ്ത് ഒന്നെങ്കിൽ റിങ് ഫോമിൽ അല്ലെങ്കിൽ ചെയിൻ ഫോമിൽ ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ കാറ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റിനേഷൻ ഫോം ചെയ്യാൻ നല്ലൊരു എബിലിറ്റി ഉള്ള ഒരു എലമെൻ്റാണ് നമ്മുടെ കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ ആറ്റംസ് തമ്മിൽ ലിങ്ക് ചെയ്ത് അങ്ങനെ കാർബണിൻ്റെ കാറ്റിനേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്നു. അപ്പോൾ അങ്ങനെ പ്രോപ്പർട്ടി കാണിക്കുമ്പോൾ രൂപപ്പെടുന്ന ആ ഫോമിനാണ് നമ്മൾ അലോട്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അലോട്രോപ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അലോട്രോപ്സിനെല്ലാം സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. കാരണം എന്താണ്? കാർബൺ ആറ്റംസ് ലിങ്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് സ്ട്രക്ചറൽ വ്യത്യാസങ്ങൾ കാണും, പക്ഷേ കാർബൺ ആറ്റംസ് തന്നെ ആയതുകൊണ്ട് അവയുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കി അലോട്രോപ്സ് ഓഫ് കാർബൺ എന്താണെന്ന് കാണാം. അലോട്രോപ്സ് ഓഫ് കാർബൺ: the existence of an element in two or more forms with the same chemical property but with different physical property is known as allotropy. അപ്പോൾ അവിടെ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഒരു എലമെൻ്റ് തന്നെ രണ്ട് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. ആ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടത് ആ എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് ഫോമിനും സെയിം കെമിക്കൽ പ്രോപ്പർട്ടിയും ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടിയും ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കേസിനാണ്, അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നതിനാണ്, ആ ഫോമിനാണ് നമ്മൾ അലോട്രോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ എക്സിസ്റ്റ് ഇൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് അലോട്രോപ്പ്. അപ്പോൾ ക്രിസ്റ്റലൈനും അമോർഫസും എന്താണെന്നൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിക്കും. അപ്പോൾ കാർബണിന് ഒരു പ്രത്യേകത, അത് ക്രിസ്റ്റലൈൻ ഫോമിലും ക്രിസ്റ്റലൈൻ അലോട്രോപ്പായിട്ടും അമോർഫസ് അലോട്രോപ്പായിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ഉള്ള ക്രിസ്റ്റൽ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് എന്ന് പറയുക. കറക്റ്റ് ഒരു ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ് കാണും. അപ്പോൾ അങ്ങനെയുള്ള ക്രിസ്റ്റലൈൻ നേച്ചറിലുള്ള കാർബണിൻ്റെ അലോട്രോപ്സ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണുന്ന അലോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഡയമണ്ട്, ഗ്രാഫൈറ്റ് ആൻഡ് ഫുള്ളറി. ഈ 3 അലോട്രോപ്സ് ഓഫ് കാർബൺ ആണ് നമുക്ക് ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് ഓഫ് കാർബൺ ആണ് ഈ 3 ഡയമണ്ട്, ഗ്രാഫൈറ്റ് ആൻഡ് ഫുള്ളറി. അപ്പോൾ അവിടെ ഒരു കാര്യം ഓർക്കണം, കാർബൺ ആറ്റംസ് തന്നെയാണ് അതിനകത്ത് ലിങ്ക് ചെയ്തിരിക്കുന്നത്. സെയിം കെമിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും, ബട്ട് ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും. അങ്ങനെയുള്ള ഫോമിനാണ് നമ്മൾ അലോട്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ 3 ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ഓഫ് കാർബൺ ആണ് ഇവിടെ ഫിഗർ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഡയമണ്ട്, സെക്കൻഡ് ഗ്രാഫൈറ്റ്, തേർഡ് ഫുള്ളറിൻ്റെ സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചുമ്മാ ഒന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാം അതിൻ്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത്, അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് അപ്പിയറൻസ് അല്ലേ. അപ്പോൾ അതിൻ്റെ അപ്പിയറൻസ് 3ൻ്റെയും ഡിഫറൻ്റ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം അലോട്രോപ്പ് ആണെങ്കിൽ സെയിം കെമിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും. കാരണം എന്താണ്? കാർബൺ ആറ്റംസ് ലിങ്ക് ചെയ്തിരിക്കുകയാണ്, പക്ഷേ അവയുടെ അറേഞ്ച്മെൻറ്റിലൊക്കെ കുറേ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് ഡിഫറെൻറ്റ് അലോട്രോപ്സ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഡയമണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഡയമണ്ടിന് എന്താണ് ഒരു ബ്രൈറ്റ്നെസ് പോലെ കാണപ്പെടുന്നുണ്ട്. ഗ്രാഫൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ പെൻസിലിൻ്റെ ആ അറ്റത്തുള്ള എഴുതുന്ന സാധനമില്ലേ, അത് ഗ്രാഫൈറ്റ് കൊണ്ടാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അതാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫുള്ളറിനാണെങ്കിൽ അതിന് നമ്മൾ ബക്കി ബോളിൻ്റെ ഒരു സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് സ്ട്രക്ചറാണ് ഇവയ്ക്ക് ഓരോന്നിനും വന്നിരിക്കുന്നത്. അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഈ 3ൻ്റെയും ഡിഫറെൻ്റ് ആണ്, പക്ഷേ കെമിക്കൽ പ്രോപ്പർട്ടി സെയിം ആണ്. ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ അലോട്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാർബണിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 1 ആയ ഡയമണ്ടിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഒന്ന് കാണാം.
അപ്പോൾ ഇവിടെ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ആണ് ഇവിടെ കാണുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഡയമണ്ടിൻ്റെ അകത്തുള്ള ഓരോ കാർബണിൻ്റെയും ഹൈബ്രിഡൈസേഷൻ ഏതാണെന്നാണ് ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. sp3 ഹൈബ്രിഡൈസേഷൻ. അതേപോലെ ഇവയുടെ സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്, അതായത് ഡയമണ്ടിൽ കാർബൺ ആറ്റംസ് ലിങ്ക് ചെയ്തിരിക്കുന്നത് ഏത് സ്ട്രക്ചർ വരുന്ന രീതിയിലാണ്. ഇവിടെ ഡയമണ്ടിൽ കാർബൺ ആറ്റംസ് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ വരുന്ന രീതിയിലാണ്. അതായത് ഓരോ കാർബൺ ആറ്റംസും മറ്റ് 4 കാർബൺ ആറ്റവുമായിട്ട് ലിങ്ക് ചെയ്ത് ഒരു ടെട്രാഹീഡ്രൽ ഫോമിൽ ഫോം ചെയ്ത് അങ്ങനെ കുറേ ടെട്രാഹീഡ്രൽ ഫോംസ് ഫോം ചെയ്തിട്ടാണ് ലാസ്റ്റ് അത് ഒരു സോളിഡായിട്ട് ക്രിസ്റ്റലൈൻ സോളിഡായിട്ട് ഡയമണ്ട് എക്സിസ്റ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു റിജിഡായിട്ടുള്ള നല്ലൊരു ഹാർഡായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കും ഈ ഡയമണ്ടിന് ഉള്ളത്. അതുകൂടാതെ നമുക്കറിയാം ഡയമണ്ട് എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് ഓഫ് കാർബൺ ആറ്റംസ് ആണ്. അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ കാർബൺ ആറ്റംസ് ടെട്രാഹീഡ്രൽ മാനറിൽ ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു 3 ഡയമെൻഷണൽ നെറ്റ്വർക്കാണ് ഉള്ളത്. പിന്നെ അപ്പോൾ നമ്മൾ കണ്ട പ്രോപ്പർട്ടീസ് ഫസ്റ്റ് കണ്ടത് ഇതിനകത്തെ കാർബൺ ആറ്റം എല്ലാം sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അതേപോലെ ഓരോ കാർബൺ ആറ്റവും മറ്റ് 4 കാർബൺ ആറ്റംസുമായിട്ട് ജോയിൻ ചെയ്തൊരു ടെട്രാഹീഡ്രൽ ഫോമിലാണ് ഇവയുടെ അറേഞ്ച്മെൻറ്റ് പോയിരിക്കുന്നത്. മൂന്നാമത് നോട്ട് ചെയ്യേണ്ടത് ഒരു 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് ഓഫ് കാർബൺ ആറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. 3 ഡയമെൻഷനിലാണ്, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആണ്. അതായത് എവിടെ നിന്ന് നോക്കിയാലും ഡയമണ്ട് ഇങ്ങനെ കറക്കി നോക്കിക്കഴിഞ്ഞാൽ ഡയമണ്ടിൻ്റെ സ്ട്രക്ചർ നമുക്ക് കാണാം. അതേപോലെ ഇവിടെ നോട്ട് ചെയ്യേണ്ട നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ കാർബൺ ബോണ്ട് ലെങ്തും അതേപോലെ ബോണ്ട് ആംഗിളും എത്രയാണെന്നുള്ളതാണ്. ബോണ്ട് ലെങ്ത് ഓഫ് കാർബൺ ടു കാർബൺ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 154 പൈക്കോമീറ്ററും അതേപോലെ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്സ്. ഇത് നമ്മൾ ഹൈബ്രിഡൈസേഷന് പഠിച്ചതാണ്. sp3 ഹൈബ്രിഡൈസേഷൻ വരുമ്പോൾ അവിടെ 109 ഡിഗ്രി 28 മിനിറ്റ് എന്നുള്ള ബോണ്ട് ആംഗിൾ വരുമെന്ന് കണ്ടതാണ്. അതേപോലെ ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ ആണെന്നൊക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. അപ്പോൾ ഈ ഡയമണ്ടിൻ്റെ പ്രത്യേകതകൾ ടെട്രാഹീഡ്രലാണ്, sp3 ഹൈബ്രിഡൈസേഷൻ ആണ്, 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് ഉണ്ട്, കാർബൺ ബോണ്ട് ലെങ്ത് 154 പൈക്കോമീറ്റർ ആണ്. അതേപോലെ കാർബൺ ടു കാർബൺ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 109 ഡിഗ്രി 28 മിനിറ്റ്സ് ആണ്. അതുപോലെ തന്നെ it is very difficult to break the covalent bond and therefore diamond is the hardest substance on the earth. അപ്പോൾ ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡയമണ്ട് ഈസ് എ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഓൺ ദി എർത്ത്. അപ്പോൾ ഇവയ്ക്കുള്ളിൽ നമ്മൾ ഹൈബ്രിഡൈസേഷൻ ഒക്കെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു കോവാലൻ്റ് ബോണ്ടാണ് ഈ കാർബൺ ബോണ്ടുകൾക്കിടയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഡയമണ്ട് എന്ന് പറയുന്നത് ഒരു എർത്തിൽ ഹാർഡസ്റ്റ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ചുമ്മാ ഒന്നും അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഡയമണ്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ്. ഹൈബ്രിഡൈസേഷൻ, അതേപോലെ സ്ട്രക്ചർ ടെട്രാഹീഡ്രലാണ്, 3 ഡയമെൻഷണൽ നെറ്റ്വർക്കാണ്, അതേപോലെ കാർബൺ ബോണ്ട് ലെങ്ത് 154 പൈക്കോമീറ്റർ, ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്, അതേപോലെ കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ഡയമണ്ട് എന്ന് പറയുന്ന ഒരു ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്. ഇതിൻ്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ പറഞ്ഞതനുസരിച്ച് ഒരു കാർബൺ ആറ്റം മറ്റ് 4 കാർബൺസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിനാണ് നമ്മൾ ടെട്രാഹീഡ്രൽ അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാർബൺ ആറ്റം എടുത്തു കഴിഞ്ഞാൽ 1, 2, 3, 4 അങ്ങനെ 4 അതർ കാർബൺസുമായിട്ട് അത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ടെട്രാഹീഡ്രൽ അറേഞ്ച്മെൻറ്റ് കണ്ടിന്യൂ ചെയ്താണ് ഈ ഒരു ഡയമണ്ടിൻ്റെ സ്ട്രക്ചറിൽ പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിന് ഒരു 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് ഉണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡയമണ്ടിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് യൂസസ് എന്താണെന്ന് കൂടെ ഒന്ന് കാണാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ഗ്ലാസ്. നമ്മൾ പറഞ്ഞു ഡയമണ്ട് എന്ന് പറയുന്നത് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്. നമുക്ക് അവയ്ക്കിടയിലുള്ള ആ കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഡയമണ്ട് ഇസ് എ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ്. അതുകൊണ്ട് നമുക്കിതിന് എന്തിന് യൂസ് ചെയ്യാം? ഗ്ലാസ് ഒക്കെ കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ സെക്കൻഡ് യൂസ് ആയിട്ട് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അബ്രസീവ് ഫോർ ഷാർപ്പനിങ് ഹാർഡ് ടൂൾസ്. പിന്നെ ഡൈസ്, അതായത് കളർ ടെക്സ്റ്റൈൽസിൽ ഡൈസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ഈ ഡയമണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ഫോർ ഇലക്ട്രിക് ബൾബ്. അപ്പോൾ ഇലക്ട്രിക് ബൾബിൽ ടങ്സ്റ്റൺ യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ 10th പഠിച്ചിരിക്കുന്നതാണ്.
അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടും ഈ ഡയമണ്ട് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് പ്രഷ്യസ് ജെംസ്. അപ്പോൾ ജെം സ്റ്റോൺസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനും ഡയമണ്ട് യൂസ് ചെയ്യാറുണ്ട്. അവസാനം സർജൻസ് യൂസ്ഡ് ഷാർപ്പസ്റ്റ് ഡയമണ്ട്സ് ടു റിമൂവ് കാറ്ററാക്ട് ഫ്രം ഐസ്. അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ ഒരു പ്രോബ്ലമാണ് കാറ്ററാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാറ്ററാക്ട് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഡയമണ്ടിൻ്റെ ഷാർപ്പ് എഡ്ജസ് യൂസ് ചെയ്തുകൊണ്ടാണ് സർജൻസ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡയമണ്ടിന് വളരെ അധികം യൂസസ് പറയാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ കട്ടിങ്ങിന് ഉപയോഗിക്കാം, ഷാർപ്പനിങ് ചെയ്യാൻ, ഹാർഡ് ടൂൾസ് ഷാർപ്പൻ ചെയ്യാൻ യൂസ് ചെയ്യാം, ഡയമണ്ട്സ് മേക്ക് ചെയ്യാനായിട്ട്, ഡൈസ് മേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ ബൾബിൻ്റെ ടങ്സ്റ്റൺ ഫിലമെൻറ്റ്സ് മാനുഫാക്ചറിങ്ങിനും ഡയമണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ജെം സ്റ്റോൺസ് പ്രിപ്പയർ ചെയ്യാനും കാറ്ററാക്ട് റിമൂവ് ചെയ്യാനും ഈ ഡയമണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഡയമണ്ടിൻ്റെ ഇമ്പോർട്ടൻറ്റ് യൂസസ്, പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് അലോട്രോപ്പ് ഓഫ് കാർബൺ ആണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഗ്രാഫൈറ്റിൻ്റെ മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ പെൻസിലിൻ്റെ എഴുതാൻ ഉപയോഗിക്കുന്ന ആ പോർഷൻ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് കൊണ്ടാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഗ്രാഫൈറ്റ് ഈസ് എ പ്യുവറസ്റ്റ് ഫോം ഓഫ് കാർബൺ. അപ്പോൾ കാർബണിൻ്റെ അലോട്രോപ്സിൽ, ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള കാർബണിൻ്റെ ഒരു ഫോമാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഗ്രാഫൈറ്റ് ഹാസ് എ ലെയേർഡ് സ്ട്രക്ചർ. നമ്മൾ ഡയമണ്ടിൻ്റെ കേസിൽ പറഞ്ഞു അവയ്ക്കൊരു 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് സ്ട്രക്ചറാണുള്ളത്. അതായത് ടെട്രാഹെഡ്രൽ മാനറിൽ കാർബൺ ആറ്റംസ് അറേഞ്ച് ചെയ്താണ് വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഗ്രാഫൈറ്റിന് ഒരു ലെയേർഡ് സ്ട്രക്ചറാണ്. അതേപോലെ ലെയേഴ്സ് ആർ ഹെൽഡ് ബൈ വാണ്ടർവാൾസ് ഫോഴ്സ്. നമ്മുടെ ഡയമണ്ട് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ കോവാലൻ്റ് ഫോഴ്സസ് അല്ലെങ്കിൽ കോവാലൻ്റ് ബോണ്ടിങ് ആയിരുന്നു. ഇവിടെ വാണ്ടർവാൾസ് ഫോഴ്സസ് ആണ്. അതേപോലെ ലെയേർഡ് സ്ട്രക്ചർ ഉള്ള സ്ഥിതിക്ക് ഓരോ ലെയേഴ്സ് തമ്മിലും 340 പൈക്കോമീറ്റർ ആയിരിക്കും അവിടെ ഡിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ കണ്ട ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാഫൈറ്റിൻ്റെ ഇതെന്ന് പറയുന്നത് പ്യുവറസ്റ്റ് ഫോം ഓഫ് കാർബൺ ആണ്, ലെയേർഡ് സ്ട്രക്ചറാണുള്ളത്, ബോണ്ടിങ് എന്ന് പറയുന്നത് വാണ്ടർവാൾസ് ഫോഴ്സസ് ആണ്. അതേപോലെ ഓരോ ലെയേഴ്സ് 2 ലെയേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 340 പൈക്കോമീറ്റർ ആണ്. ഈച്ച് ലെയർ ഈസ് കമ്പോസ്ഡ് ഓഫ് പ്ലാനാർ ഹെക്സഗണൽ റിങ്സ് ഓഫ് കാർബൺ ആറ്റംസ്. ഇവിടെ നോട്ട് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞ ഒരു സ്ട്രക്ചറാണ്. പ്ലാനാർ ഹെക്സഗണൽ റിംഗ് ഓഫ് കാർബൺ ആറ്റംസ് ആണ് ഓരോ ലെയറിലും അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മൾ ഡയമണ്ടിൻ്റെ കേസിൽ ടെട്രാഹിഡ്രൽ അറേഞ്ച്മെൻറ്റ് ഓഫ് കാർബൺസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തൊരു 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ഇനി ഒരു ഗ്രാഫൈറ്റിൽ ഹെക്സഗണൽ റിംഗ് ഫോമിൽ കാർബൺ ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ട് അവിടെ ഒരു ലെയേർഡ് സ്ട്രക്ചർ ഫോം ചെയ്താണ് ഗ്രാഫൈറ്റ് സ്ട്രക്ചർ പറയുന്നത്. അതേപോലെ ദ ബോണ്ട് ലെങ്ത് ഓഫ് ലെയർ ഓഫ് കാർബൺ ബോണ്ട് ഈസ് 141.5 പൈക്കോമീറ്റർ. അതേപോലെ ഓരോ കാർബൺ ആറ്റംസും sp2 ഹൈബ്രിഡൈസേഷനിലായിരിക്കും. അപ്പോൾ sp2 ഹൈബ്രിഡൈസേഷൻ ആണ് ഗ്രാഫൈറ്റിൽ. ഡയമണ്ടിൽ നമ്മൾ പറഞ്ഞത് sp3 ഹൈബ്രിഡൈസേഷനുമായിരുന്നു. It makes 3 sigma bond with 3 neighboring carbon atoms and 4th electron makes a pi bond. അപ്പോൾ sp2 ഹൈബ്രിഡൈസേഷനിൽ ആണ് ഓരോ കാർബൺ ആറ്റംസും ഇരിക്കുന്നത്. അതേപോലെ ഒരു കാർബൺ ആറ്റം 3 നെയ്ബറിങ് കാർബൺ ആറ്റംസുമായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. അതായത് സിഗ്മ എന്നുള്ളത് ഒരു സിംഗിൾ ബോണ്ടാണ്. ഒരു കാർബൺ ആറ്റം മറ്റു 3 കാർബൺസുമായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. അതേപോലെ മൂന്നാമത്തെ ഇലക്ട്രോൺ ഒരു പൈ ബോണ്ട് ഫോം ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. ദ ഇലക്ട്രോൺസ് ആർ ഡീലോക്കലൈസ്ഡ് ഓവർ ദ വോൾ ഷീറ്റ്. ഇപ്പോൾ ഇലക്ട്രോൺസ് ഫുൾ ഒരു ലെയർ സ്ട്രക്ചർ ഫുള്ളായിട്ട് ഇലക്ട്രോൺ ഡീലോക്കലൈസ് ചെയ്താണ് ഇരിക്കുന്നത്. അതായത് ലോക്കലൈസ്ഡ് അല്ല, എവിടെ വേണേലും ആയിരിക്കും. ഓരോ കാർബൺ ആറ്റത്തിൻ്റെ ലെയേഴ്സിൻ്റെ എവിടെ വേണേലും ഈ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്ത് ഇരിക്കാം. അങ്ങനെ ഒരു സ്ട്രക്ചറാണ് ഗ്രാഫൈറ്റിന് ഉള്ളത്. ഇലക്ട്രോൺസ് ആർ മൊബൈൽ ആൻഡ് ദെയർഫോർ ഗ്രാഫൈറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. നമ്മൾ പറഞ്ഞു ലോക്കലൈസ്ഡ് അല്ല ഈ ഗ്രാഫൈറ്റിലെ ഇലക്ട്രോൺസ്, അതായത് ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് ഗ്രാഫൈറ്റിലുള്ളത്. അതുകൊണ്ട് അവയ്ക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. മൊബൈൽ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്.
അങ്ങനെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനായിട്ട് ഈ ഗ്രാഫൈറ്റിന് പറ്റും. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഗ്രാഫൈറ്റിൻ്റെ. അപ്പോൾ ഡയമണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ എബിലിറ്റി ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അലോട്രോപ്പ് ഓഫ് കാർബൺ ആണ്. In graphite, the successive layers are held together by weak van der Waals force. പക്ഷേ ഡയമണ്ടിൽ ഏത് ഫോഴ്സ് ആയിരുന്നു? കോവാലൻ്റ് ബോണ്ടിങ് ആയിരുന്നു ഡയമണ്ടിലുള്ളത്. ഗ്രാഫൈറ്റിൽ വാൻ ഡർ വാൾസ് ഫോഴ്സ് ആണ്. ആസ് എ റിസൾട്ട്, one layer can slip over one another. This make graphite soft and a good lubricant. അപ്പോൾ നമ്മൾ ഡയമണ്ട് എന്ന് പറയുന്നത് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആയിട്ട് കണ്ടുവെങ്കിൽ ഈ ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുറേ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ് കണ്ടു. ഫസ്റ്റ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ പറയുവാണെങ്കിൽ ഡയമണ്ടിൻ്റെ sp3 ഹൈബ്രിഡൈസേഷനും ഗ്രാഫൈറ്റിൻ്റേത് sp2 ഹൈബ്രിഡൈസേഷനും. സ്ട്രക്ചർ പറയുവാണെങ്കിൽ ഡയമണ്ടിൻ്റേത് ടെട്രാഹെഡ്രൽ അറേഞ്ച്മെൻറ്റ് ഫോമിങ് എ 3-dimensional നെറ്റ്വർക്ക്. ഗ്രാഫൈറ്റിൻ്റേതാണെങ്കിലോ ഒരു ഹെക്സഗണൽ റിംഗ് ഫോം ലെയേർഡ് സ്ട്രക്ചർ പ്രിപ്പയർ ചെയ്തേക്കും. പിന്നെ നമ്മൾ കണ്ടത് ഗ്രാഫൈറ്റ് ഡയമണ്ട് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണെന്ന് കണ്ടു, ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ്. പിന്നത്തേതാണ് ഡയമണ്ട് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി വേറാസ് ഗ്രാഫൈറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇത്രയുമാണ് നമ്മൾ കണ്ട ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്. പിന്നെ അതിൻ്റെ ബോണ്ട് ലെങ്തും ബോണ്ട് ആംഗിൾസും വേണമെങ്കിൽ എടുത്തു പറയാം. യൂസസ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാഫൈറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇലക്ട്രോഡ്സ് ആൻഡ് ലെഡ് പെൻസിൽസ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ലൂബ്രിക്കൻറ്റ്. ഇപ്പോൾ യൂസസ് ഗ്രാഫൈറ്റിന് നമ്മൾ പെൻസിലിൻ്റെ ലെഡ് പെൻസിൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ ലൂബ്രിക്കൻ്റ് ആയിട്ടും ഗ്രാഫൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രാഫൈറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു ഡയമണ്ട് ബൈ അപ്ലൈ ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. നമുക്കറിയാം ഗ്രാഫൈറ്റ് ആണെങ്കിലും ഡയമണ്ട് ആണെങ്കിലും രണ്ടിൻ്റെ അകത്തും കാർബൺ ആറ്റംസ് ലിങ്ക് ചെയ്താണ് പോയിരിക്കുന്നത്. അപ്പോൾ അവരുടെ സ്ട്രക്ചറിലാണ് ഡിഫറൻസ് ഉള്ളത്, പക്ഷേ കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഗ്രാഫൈറ്റിനെ നമുക്ക് ഡയമണ്ട് ആക്കി കൺവേർട്ട് ചെയ്യും. എന്ത് ചെയ്താൽ മതി? ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഗ്രാഫൈറ്റിൽ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഡയമണ്ടായി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ദ ഡയമണ്ട് ദസ് ഒബ്റ്റെയിൻ ഡസ് നോട്ട് ഹാവ് ദ ജെം ക്വാളിറ്റി. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫൈറ്റിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് അങ്ങനെ എടുക്കുന്ന, അതായത് ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ഒക്കെ കൊടുത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഡയമണ്ടിനൊരു തിളക്കമൊന്നും കാണത്തില്ല, ബ്രൈറ്റ്നെസ് ഒന്നും കാണത്തില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്. അലോട്രോപ്സ് ഓഫ് കാർബണിൽ ഡയമണ്ടും ഗ്രാഫൈറ്റും. അതിൻ്റെ ആ ഡിഫറൻസും കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ ഡിഫറൻസ് പഠിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഇവയുടെ രണ്ടിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കാറ്റിനേഷനിൽ നിന്നാണ് നമ്മൾ അലോട്രോപ്പിലേക്ക് വന്നത്. അലോട്രോപ്സ് ഓഫ് കാർബണിൽ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ഓഫ് കാർബൺ ആണ് കണ്ടത്, ഗ്രാഫൈറ്റും ഡയമണ്ടും. അപ്പോൾ ഇവയുടെ രണ്ടിൻ്റെയും സെപ്പറേറ്റ് പ്രോപ്പർട്ടീസ് ഓർത്ത് വയ്ക്കുക. അവയുടെ സ്ട്രക്ചറും എങ്ങനെയാണെന്നുള്ളതും കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കണം. പിന്നെ അതിൻ്റെ രണ്ടിൻ്റെയും യൂസസ്, അത്രയാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു ഹോംവർക്ക് തരുവാണ്. നിങ്ങളൊരു ടേബിൾ പ്രിപ്പയർ ചെയ്യണം. ഡിഫറൻസ് ബിറ്റ്വീൻ ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞൊരു ടേബിൾ പോലെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ്. അപ്പോൾ നമുക്ക് 2 കോളമായിട്ട് ഡയമണ്ട് ഗ്രാഫൈറ്റ് എന്ന ഹെഡിങ് കൊടുത്ത് ഓരോ ഡിഫറൻസും, അവയുടെ ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണ്, അവയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, അവയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സോഫ്റ്റ് ആണോ ഹാർഡാണോ എന്നുള്ളത് എടുത്ത് പറയാം, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന കേസ് പറയാം. അങ്ങനെ അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസും എടുത്ത് പറഞ്ഞുകൊണ്ട് ഈ ഡയമണ്ടിൻ്റെയും ഗ്രാഫൈറ്റിൻ്റെയും ഡിഫറൻസസ് നോട്ട് ചെയ്ത് ഹോംവർക്കായിട്ട് അയക്കണം. താങ്ക് യു.